ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഓണം സ്പെഷ്യൽ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടോപ്പ് നമ്മൾ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. ചെസ്റ്റ് അളവ് 9.5 ഒരു വശം, അതിൽ കൂടെ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ 11.5 അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത് ദേഹത്തു നിന്ന് നമ്മൾ അളവെടുത്തതാണ്, അപ്പോൾ വെച്ച് വെട്ടണില്ല. 11.5 ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. 15 ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അത് കൂടെ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ 17 അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്. നമ്മൾ ഈ പീസിനെ മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. ധാവണി സെറ്റിക്കുള്ളതാണ്. പ്രിൻസസ് കട്ടും ബാക്കിക്ക് ഹുക്കുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 17.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ പീസിനെ മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. കഴുത്തകലാണ് അടയാളപ്പെടുത്തുന്നത്. കുറച്ച് വെടുത്ത് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു യു മോഡൽ കഴുത്താണ്. അപ്പോൾ നമ്മൾ കഴുത്ത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ഷോൾഡർ നമ്മൾ 3 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആം ഹോള് 6. ആം ഹോളിനെ നമ്മളിതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ച് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് അളവല്ല കേട്ടോ, നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് ക്ലിയർ ആക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല കറക്റ്റ് അളവിൽ വെട്ടിയെടുക്കലില്ല. എപ്പോഴും ഇത്തിരി കൂടുതലായിട്ട് എടുക്കുക, ആം ഹോൾ ഇത്തിരി കുറച്ചായിട്ടാണ് എടുക്കൽ. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് 10 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറിൻ്റെ അവിടെ നിന്ന് 3, മുകളിൽ 3.5 താഴത്തേക്ക് 3 അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കട്ടിങ് വീഡിയോ ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ട്. നമ്മളിതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ താഴത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ബ്രേസർ കട്ടിങ്ങിൻ്റെ പോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലുള്ള ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് കൂട്ടുമ്പോഴാണ് അതിൻ്റെ കപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരിക. നമ്മൾ ആം ഹോള് കട്ട് ചെയ്തെടുക്കുകയാണ്. ആം ഹോൾ എന്തായാലും കുറച്ചും കൂടെ കട്ട് ചെയ്ത് കളയാണ്ടാവും. അപ്പോൾ നമ്മൾ ലൈനിങ്ങൊക്കെ വെച്ച് കട്ട് ചെയ്ത പീസൊക്കെ കൂട്ടി വയ്ക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റാക്കി വെട്ടാത്തത്. ഷോൾഡറും ആം ഹോളും ഒക്കെ കറക്റ്റ് അളവിലെല്ലാം വെട്ടിയെടുക്കുക. ഇത്തിരി കൂട്ടിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ തുടക്കക്കാർക്ക് കറക്റ്റ് അളവിൽ വെട്ടിയിട്ട് പിന്നെ തുമ്പൊക്കെ ഇടുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ തുണി തികയാതെ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് പീസാക്കി എടുക്കുകയാണ്. ബാക്കിൽ നമ്മൾ ടെക്ക് കൊടുക്കുന്നുണ്ട്. ബാക്ക് ഓപ്പണാണ്. മുന്നിൽ പ്രിൻസസ് കട്ട് ചെയ്ത അതേ ഇതിൽ തന്നെയാണ് ബാക്കത്തെ ടെക്കും നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് കൈയും കൂടെ വെട്ടിയെടുക്കണം. കൈ നമ്മൾ പഫ് കൈയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ഒരു ചുരിദാറിൻ്റെ കൈയാണ് അളവ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളത് വെച്ചിട്ട് അടയാളപ്പെടുത്തുകയാണ്.
ആം ഹോളിൻ്റെ അവിടെയും എത്രയാണോ വണ്ണം വേണ്ടത് താഴത്തെ അടയാളപ്പെടുത്തി നമ്മൾ സാധാ ഇതുപോലെ കൈ വരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് പഫിന് വേണ്ട തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് മുകളിലേക്കൊരു 3.5 അടയാളപ്പെടുത്തുന്നുണ്ട്. അതേ 3.5 ഇപ്പുറത്തും അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഫ് ഇടാനുള്ള ആ പീസ് ഇതുമലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും കാണിക്കാതെ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിന് ലൈനിങ് വെക്കണം. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്കേർട്ടാണ് 41 ഇറക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിവശം മടക്കി അടിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതാകെ 44 ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല. അടിയിൽ നല്ല വീതിക്കൊന്ന് മടക്കി അടിച്ചാൽ കറക്റ്റാവും. അപ്പോൾ നമുക്ക് അരപ്പട്ടയ്ക്കുള്ള തുണി ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ ഇത് 3.5 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ പട്ടയ്ക്ക് വേണ്ട തുണി നമ്മളൊരു 8 ഇഞ്ച് അതിന് വേറെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പീസ് ഇതുപോലെ മടക്കിയിട്ടിട്ട് നമ്മൾ ലെങ്ത്ത് കണക്കാക്കി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ മുന്നിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരും പോയി കാണണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.